എല്ലാ മനുഷ്യരുടെയും അവരുടെ ഭൂതകാലം, പഴയ കാലം ഇങ്ങനെ മാടി വിളിച്ചുകൊണ്ടിരിക്കും അതിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ വേറെ ഒന്നിലേക്ക് പരീക്ഷിക്കാൻ, അക്കരപ്പച്ചകൾ പരീക്ഷിക്കാൻ. എന്നിട്ട് സമാധാനമില്ലാതെ ഭൂമിയിൽ അലയാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും. അതിലെപ്പോഴെങ്കിലും വീണു പോയി കഴിഞ്ഞാൽ പോയി, വിട്ടുപോയി. മനുഷ്യന്റെ ഭൂതകാലം മനുഷ്യനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവന്റെ പ്രശ്നങ്ങള്, പ്രതിസന്ധികള്. അർഷീനയുടെ നല്ല ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾ കേട്ടില്ലേ? വളരെ നല്ലൊരു ഇൻട്രൊഡക്ഷൻ. 99.9999% ആളുകളും എല്ലാ ദിവസവും ജീവിതത്തിൽ അവരുടെ ഭൂതകാലത്തിലേക്ക് പോവാണ്. അത് മുമ്പ് ചെയ്തു പോയ കാര്യങ്ങൾ, മുമ്പ് ചെയ്തു പോയ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ മുമ്പ് ഉണ്ടായിരുന്ന ബന്ധങ്ങൾ, റിലേഷൻഷിപ്പുകൾ, അതൊക്കെ അതൊക്കെ വീണ്ടും 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 അതിനകത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഈ ഈഗോ മരിക്കുക എന്ന് പറഞ്ഞാൽ, ഈഗോ മരിക്കുന്നിടത്താണ് നിങ്ങൾ യഥാർത്ഥ മനുഷ്യന്റെ ഉദയം എന്ന് പറയുന്നത്. പക്ഷേ ഈ ഈഗോ അങ്ങനെ മരിക്കൂല. ഈഗോ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. ഈഗോ മരിക്കാൻ സമ്മതിക്കൂല. അഹങ്കാരം, അഹംഭാവം, ഞാൻ, എന്റെ ഓർമ്മകൾ, അത് മരിക്കൂല. അത് നിങ്ങളോട് എപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിനെ കൊല്ലുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. ആ ഈഗോ ഇല്ലാതായാൽ എല്ലാം ഭയങ്കര രസമാണ്. പക്ഷെ ഈഗോ എപ്പോഴും നിങ്ങളോട് ചെറുത്ത് നിന്നുകൊണ്ടിരിക്കും. എപ്പോഴും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. ഏത് സമയവും അങ്ങനെയാണ്. ഏത് സമയത്ത് ഈഗോ ചേർത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അതാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം. ജീവിതത്തില് സന്തോഷത്തിനും സമാധാനത്തിനും റിലേഷൻഷിപ്പുകൾക്കും ബന്ധങ്ങൾക്കും എല്ലാത്തിന്റെയും കാരണം, തകരാൻ കാരണം ഈഗോ നിലനിൽക്കുന്നതാണ്. എനിക്കത് വേണം, ഇത് വേണം, അത് കിട്ടിയേ പറ്റൂ, അതുണ്ടെങ്കിലേ എനിക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ, അവനുണ്ടെങ്കിലേ അവളുണ്ടെങ്കിലേ എനിക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. എല്ലാം ഒരു അഹമാണ്. എന്റെ മക്കൾ എന്നെ സ്നേഹിച്ചാലേ എനിക്ക് സന്തോഷം കിട്ടുള്ളൂ. എന്റെ ഭാര്യ എന്നെ സ്നേഹിച്ചാലേ എനിക്ക് സന്തോഷം കിട്ടുള്ളൂ. എന്റെ ഭർത്താവ് എന്നെ സ്നേഹിച്ചാലേ എനിക്ക് സന്തോഷം കിട്ടുള്ളൂ. എല്ലാം അവിടെയൊക്കെ നമ്മൾ ചെറുതാവുകയാണ്. അവിടെയൊക്കെ അർഷിന പറഞ്ഞില്ലേ, എല്ലാവരും എന്നെ സ്നേഹിക്കണം എന്ന് എല്ലാവർക്കും ആഗ്രഹം. എല്ലാവരും നമ്മളെ സ്നേഹിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. നമ്മളെക്കാൾ കൂടുതൽ നമ്മൾ മറ്റുള്ളവരെയാണോ സ്നേഹിക്കുന്നത്? എന്നാ പിന്നെ ആരും നമ്മളെ സ്നേഹിക്കില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടോ? നമ്മൾ പറയുന്നത് നമ്മൾ കേൾക്കണം. രാവിലെ 6 മണിക്ക് എഴുന്നേക്കണം, 5:50 എഴുന്നേക്കണം, രാവിലെ ഈ ഒരു പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തൊന്ന് ഉഷാറാകണം എന്ന് നമ്മൾ പറഞ്ഞിട്ട് അത് നമ്മൾ കേൾക്കുന്നില്ലെങ്കിൽ നമ്മുടെ മനസ്സിനോട് പറയാണ് എല്ലാം മാറ്റണം, എല്ലാം ചേഞ്ച് ആക്കണം. എന്നിട്ട് അത് നമ്മളോട് സ്വയം പറയുന്നതാണ്. എന്നിട്ട് നമ്മളത് കേൾക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവർ നമ്മൾ പറഞ്ഞ കേൾക്കുമോ? നമ്മൾ പറഞ്ഞ കേട്ടാലും നമ്മളെ സ്നേഹിച്ചാലും മാത്രമാണ് മറ്റുള്ളവർ നമ്മൾ പറയുന്നത് മറ്റുള്ളവർ കേൾക്കുള്ളൂ, നമ്മളെ മറ്റുള്ളവർ സ്നേഹിക്കുള്ളൂ. ആദ്യം
നമ്മളോടാണ് സ്നേഹം ഉണ്ടാവുന്നത്. ആദ്യം നമ്മളോടാണ് സ്നേഹം ഉണ്ടാവുന്നത്. സാധാരണ മനുഷ്യന് അങ്ങനെയല്ല. കഷ്ടപ്പാടും, ദുരിതവും, ബുദ്ധിമുട്ടും, വിഷമങ്ങളും, സങ്കടങ്ങളും നിറഞ്ഞ മനുഷ്യൻ അങ്ങനെയാണ്. മനുഷ്യന്റെ ഒറിജിൻ എന്ന് പറയുന്നത് അങ്ങനെയല്ല. മനുഷ്യന്റെ ഒറിജിൻ സന്തോഷവും, സമാധാനവും എല്ലാം നേടാൻ പറ്റുന്നതാണ്. നിങ്ങൾ സാധാരണ മനുഷ്യനായിട്ട് കഷ്ടപ്പാടും, ബുദ്ധിമുട്ടുമായിട്ട് ജീവിക്കണോ? അങ്ങനെ ജീവിക്കാം. അത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം സോളിന്റെ, ആത്മാവിന്റെ പവർ കണ്ടെത്തി, നിങ്ങളുടെ മൈൻഡിന്റെ പവർ കണ്ടെത്തി, നല്ല സന്തോഷവും നിറഞ്ഞ മനസ്സുമായിട്ട് ജീവിക്കണോ? എന്ത് വേണം? നരകം വേണോ? സ്വർഗം വേണോ? നിങ്ങക്ക് തെരഞ്ഞെടുക്കാം. ഇതാ ഓരോ മനുഷ്യരുടെയും കയ്യിലാന്ന് പറഞ്ഞത്. ഒരുപാട് മനസ്സുകളുണ്ട് വിഷമിക്കുന്ന, അവരെന്നെ സ്നേഹിക്കുന്നില്ല, ഇവരെന്നെ സ്നേഹിക്കുന്നില്ല. നമ്മുടെ നമ്മളിൽ നിന്നും നമ്മളോട് ചേർന്ന് നിന്ന ഒരു ഹൃദയം, നമ്മോട് ചേർന്ന് നിന്ന ഒരു ഹൃദയം അകന്നു പോയി. ആ അകന്നു പോയ ആളെ സ്നേഹിക്കുന്നതിനേക്കാൾ അസഹനീയമായൊരു മുറിവ് ജീവിതത്തിലില്ല. അസഹനീയമായ മുറിവ്. നമ്മള് സ്നേഹിച്ചിരുന്നു, നമ്മളെയും സ്നേഹിച്ചിരുന്നു. അയാള് നമ്മളെ അല്ലെങ്കിൽ അവള് നമ്മളെ വിട്ടുപോയി. ആരാണേലും. ആ ഹൃദയം നമ്മളോടൊപ്പം ഇല്ല എന്ന് നമുക്കറിയാം. എന്നിട്ടും അതിനെ സ്നേഹിക്കുന്നതിനേക്കാൾ വലിയൊരു മുറിവ് ജീവിതത്തിലില്ല. പല മനുഷ്യരും രാത്രിയിൽ കരയുന്നവരുണ്ട്. എന്നെ ഞാൻ അത്രയൊക്കെ സ്നേഹിച്ചിട്ടും എന്റെ മക്കള് നോക്കുന്നില്ലല്ലോ. ഞാൻ അത്രയൊക്കെ സ്നേഹിച്ചിട്ടും എന്റെ ഭാര്യ എന്നെ നോക്കുന്നില്ലല്ലോ, എന്നെ ശ്രദ്ധിക്കുന്നില്ലല്ലോ. എന്റെ ഭർത്താവ് എന്നെ ശ്രദ്ധിക്കുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് അവരെന്റെ സ്നേഹത്തെ കാണാത്തത്? എന്തുകൊണ്ടാണ്? ഞാൻ എത്ര ക്ഷമിച്ചിട്ടും, കരഞ്ഞിട്ടും, കാല് പിടിച്ചിട്ടും എന്തുകൊണ്ട് അവര് തിരിച്ച് എന്നിലേക്ക് മടങ്ങി വരുന്നില്ല? ഞാൻ അവരുടെ കാൽക്കൽ വീഴാൻ തയ്യാറാണ്. എന്നിട്ടും എന്തുകൊണ്ട് അവര് തിരിച്ചു വരുന്നില്ല? അവരെന്നെ സ്നേഹിക്കുന്നില്ല. വലിയൊരു കടങ്കഥയാണല്ലേ? ഇതിന്റെ ഉത്തരം അറിയാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? ഇന്ന് നമുക്കൊരു ഇച്ചിരി നേരം അത് തന്നെ സംസാരിക്കാം. കാരണം മനുഷ്യൻ എന്നാണെന്ന് അറിയണ്ടേ? ഇല്ല, ഇതൊക്കെയല്ലേ എല്ലാവരുടെയും പ്രശ്നം. ഇതൊക്കെയല്ലേ എല്ലാവരുടെയും പ്രശ്നം. അല്ലെങ്കിൽ സന്തോഷം, സമാധാനം എല്ലാത്തിന്റെയും പിന്നിലുള്ള രഹസ്യമാണ്. എല്ലാത്തിന്റെയും പിന്നിൽ. യെസ്. ഒരുപാട് പേരുണ്ടാവും. ഞാൻ സ്നേഹിച്ചിട്ട് എന്നെ അവർ സ്നേഹിക്കുന്നില്ല. ഒത്തിരി പേരുണ്ട്. കഴിഞ്ഞ കഴിഞ്ഞ മാസം ഞാൻ ക്ലാസ്സിൽ കഴിഞ്ഞ ആദ്യത്തെ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞാണ് ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ കാര്യം. ഞാൻ മരിക്കാൻ പോവാണ്, സൂയിസൈഡ് ചെയ്യാൻ പോവാണ്. അവള് എന്നെ സ്നേഹിച്ചിരുന്ന പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി എന്നെ ഉപേക്ഷിച്ചു പോയി. അതുകൊണ്ട് ഞാൻ മരിക്കാൻ പോവാണ്. നിങ്ങ ആ 2-3 മണിക്കൂർ നേരം ഒരാള് നമ്മുടെ ഒരു കൗൺസിലിംഗ് ചെയ്യുന്ന ആളോട് പറഞ്ഞു. 3 മണിക്കൂർ നേരം അത് തന്നെ. അത് തന്നെ. നമ്മള് കരഞ്ഞ് വിഷമിച്ച് നമ്മള് സങ്കടപ്പെട്ട് നമ്മള് കാല് പിടിക്കുമ്പോൾ നമ്മുടെ ആത്മാവിനെ കൊണ്ടുവന്ന് നമ്മള് ആരുടെയോ കാൽ കീഴിൽ സമർപ്പിപ്പിക്കുകയാണ്. ഓരോ മനുഷ്യനും ഓരോ ആണിനും പെണ്ണിനും വ്യക്തമായ കൃത്യമായ ഒരു സോൾ ഉണ്ട്. ഒരു സോൾ. എ സൂപ്പർ പവർഫുൾ സോൾ. ആ സോളിനെ കൊണ്ടുവന്ന് എവിടെ സമർപ്പിക്കുകയാണ്? ഈ വേറെ ഏതോ ഒരു സോളിന്റെ കാൽ കീഴിൽ കൊണ്ടുവന്ന് സമർപ്പിക്കുക. അവിടെയാണ് ഏറ്റവും വലിയ അപകടം. ഏറ്റവും വലിയ അപകടം. നിങ്ങൾ എത്ര ശരിയാക്കാൻ നോക്കിയാലും ശരിയാവാത്ത അപകടം ഒളിഞ്ഞു കിടക്കുന്നത് അവിടെ. എത്ര ശരിയാക്കാൻ നോക്കിയാലും എത്രയൊക്കെ ശ്രമിച്ചാലും ഇവിടെ ശരിയാവൂല.
വീണ്ടും 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 അകന്നു പോവുകയും പ്രശ്നങ്ങൾ കൂടി വരികയും ആ പ്രശ്നങ്ങൾ കൊണ്ട് ഒന്നും അല്ലെങ്കിൽ ജീവിക്കുകയോ അല്ലെങ്കിൽ വേർപിരിഞ്ഞു പോകേണ്ട അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. തകർന്ന തകർന്ന ഒരു പാത്രത്തിനകത്തിട്ട് ഒരിക്കലും നിങ്ങളുടെ ആത്മാവിനെ ഒഴിക്കരുത്. തകർന്ന ഒരു പാത്രത്തിനകത്തേട്ട് നിങ്ങളുടെ ആത്മാവിനെ, നിങ്ങളുടെ സോളിനെ ഒരിക്കലും പകർന്നു നൽകരുത്. കാരണം അത് താങ്ങാനുള്ള ശേഷിയില്ല. അതിങ്ങനെ താഴോട്ട് ഒഴിച്ചു പോകും. വെറുതെ പകർന്നു കൊടുക്കുന്ന തകർന്ന ഒരു പാത്രത്തിലേക്ക് നിങ്ങളുടെ ആത്മാവിനെ തകർന്ന പാത്രമാണ് മറുവശത്ത് നിൽക്കുന്നത്. തകർന്ന പാത്രം. അതിലേക്ക് കൊണ്ടുവന്ന് നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ താഴേട്ട് പോയിക്കൊണ്ടിരിക്കും. താഴോട്ട് പോയിക്കൊണ്ടിരിക്കും. ജസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സ്നേഹം എന്ന് പറയുന്നത് ഒരു ബലഹീനതയല്ല എന്നാണ്. സ്നേഹം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ബലഹീനതയല്ല. തിരിച്ചു കിട്ടാത്ത സ്നേഹത്തിന് വേണ്ടി യാചിക്കുക എന്ന് പറയുന്നത്, തിരിച്ചു കിട്ടാത്ത സ്നേഹത്തിന് വേണ്ടി യാചിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ സോളിനെ നിങ്ങൾ സ്വയം അപമാനിക്കുന്നതിന് തുല്യ. വൃത്തിയിട്ടവനെ, പോയി കേടാ, പോയി ചോദിച്ച് കരഞ്ഞടാ എന്ന് പറയുന്നതിന് തുല്യമാണ്. നിങ്ങളുടെ സ്വന്തം ആത്മാവിനോട് നിങ്ങൾ സ്വയം പറയുന്നതിന് തുല്യമാണ് തിരിച്ചു കിട്ടാത്ത സ്നേഹം, തിരിച്ചു കിട്ടാത്ത സന്തോഷം. ഇതെല്ലാം യാചിച്ചുകൊണ്ട്, പുറകെ യാചിച്ചുകൊണ്ട്. സ്നേഹം എന്ന് പറയുന്നത് വളരെ പവിത്രമായതാണ്. സ്നേഹം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ളതാണ് യഥാർത്ഥ സ്നേഹം. യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള നമ്മൾ പറയും എല്ലാത്തിനേക്കാളും എനിക്ക് ഏറ്റവും വലുത് എന്റെ ഈശ്വരനാണ്, ദൈവമാണ്, അള്ളാഹുവാണ് എന്ന് പറയും. ആ സൃഷ്ടാവിനോടുള്ള സ്നേഹമാണ് ഏറ്റവും വലുത്. പക്ഷെ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ മറ്റുള്ള സ്നേഹത്തിനാണ് വില നൽകുക. സ്നേഹം എന്ന് പറയുന്നത് വളരെ പവിത്രമാണ്. പക്ഷേ ആത്മാഭിമാനമില്ലാത്ത, സ്വന്തം സോളിനെ ബഹുമാനിക്കാത്ത സ്നേഹം എന്ന് പറയുന്നത് സത്യത്തിൽ സ്വയം ചെയ്യുന്ന ഒരു ദ്രോഹമാണ്. സ്വയം ചെയ്യുന്ന ദ്രോഹം. സ്വയം നമ്മുടെ ആത്മാവിനെ നമ്മൾ സ്വയം ചിന്തിച്ചു നോക്കുക. നമ്മള് ഒരു മനുഷ്യനാണ്. നമ്മളൊരു മനുഷ്യൻ നോർമലി നമ്മളൊരു വേറൊരാളാണ്. നമ്മുടെ ബോഡി നമ്മൾ അങ്ങനെ നിന്നിട്ട് നമ്മുടെ ആത്മാവിനെ സ്വയം ദ്രോഹിക്കുകയാണ്. പോയി കേഴടാ, പോയി കേടാ, പോയി യാചിക്കടി, അവന്റെ കാൽക്കൽ വീഴ്, എന്നിട്ട് ആ സ്നേഹം ചോദിക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ പോയിട്ട് വേറൊരു സോളിന്റെ കാലിൽ വീണ് സ്നേഹം, അത് ആരായിക്കൊള്ളട്ടെ, മക്കളായിക്കൊള്ളട്ടെ, മാതാവായിക്കൊള്ളട്ടെ, പിതാവായിക്കൊള്ളട്ടെ, ആരുമായിക്കൊള്ളട്ടെ, ലോകത്ത് ഇന്ന് വരെ ജനിച്ചിട്ടുള്ളതിൽ വച്ച് ഏത് ജീവിയുമായിക്കൊള്ളട്ടെ, ഏത് ജീവജാലങ്ങളുമായിക്കൊള്ളട്ടെ, തിരിച്ചു കിട്ടാത്ത സ്നേഹം എന്ന് പറയുന്നത് നമ്മളെ തന്നെ ഇല്ലായ്മ ചെയ്യുന്നതിന് തുല്യ. നമ്മൾ പറയും ഞാൻ എല്ലാം ക്ഷമിക്കാൻ തയ്യാറാണ്, എന്നിട്ടും എന്തേ അവര്? ആദ്യം ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് ക്ഷമ എന്ന് പറയുന്നതും ബലഹീനതയല്ല. സ്നേഹത്തെ പോലെ തന്നെയാണ് ക്ഷമയും. ക്ഷമ എന്ന് പറയുന്നത് ബലഹീനതയല്ല. നിങ്ങളുടെ ആത്മാവ് തകർക്കപ്പെടുന്ന ഒരു സ്ഥലത്ത്, നിങ്ങളുടെ ആത്മാവിനെ ഞെരിച്ചു കളയുന്ന ഒരു സ്ഥലത്ത്, നിങ്ങളുടെ ആത്മാവിനെ ദ്രോഹിക്കപ്പെടുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ തുടരണമെന്ന് അർത്ഥമില്ല. സ്നേഹം എന്ന് പറയുന്ന ഒരു കണ്ണാടിയാണ്. നമ്മുടെ ആത്മാവിനെ നമ്മൾ എങ്ങനെയാണോ നമ്മൾ കാണുന്നത്, നമ്മൾ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം 1000 കണ്ണാടികളുള്ള ഗ്രാമത്തെ കുറിച്ച്. നമ്മളെ സ്വയം തിരിച്ചു കാണുന്ന അതുപോലെ തന്നെയാണ് സ്നേഹം. എല്ലാരും വിചാരിച്ച സ്നേഹം ഒരു ചങ്ങലയാണെന്നാണ്, ഒരു അഡ്ജസ്റ്റ്മെന്റ് ചങ്ങല, കെട്ടിയിട്ടിരിക്കുന്ന ചങ്ങല. എൻറ്റയർലി ഡിഫറെന്റ്, തികച്ചും വ്യത്യസ്തമാണത്. തികച്ചും. നിങ്ങൾ ലൈഫിൽ വിജയിക്കണോ, നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും സ്നേഹവും ഒക്കെ ഉണ്ടാവണോ, നിങ്ങൾ അതിന് അഡിക്റ്റ് ആവാതിരിക്കുക. അവിടെയാണ് നിങ്ങൾക്ക് അഹം ഉണ്ടാകുന്നത്. അഹം, ഈഗോ, അത് നിങ്ങളുടെ ഒരു ഈഗോയാണ്.
നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. നമ്മളെ തന്നെ സ്നേഹിക്കുക. അത് ഇപ്പൊ ചാറ്റ് ചോദിച്ചു. നമ്മളെ തന്നെ സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വാർത്ഥതയല്ലേ? സ്വാർത്ഥത കൊണ്ട് എന്താണ് ഉദ്ദേശമാക്കുന്നത്? നമ്മൾ ആർക്കും ഒന്നും കൊടുക്കാത്തത്, നമ്മളെ സ്നേഹം നമ്മൾ പകർന്നു നൽകാത്തതൊക്കെയാണ്. നമ്മളെ സ്നേഹിക്കുന്നത് എങ്ങനെ സ്വാർത്ഥതയാകും? എല്ലാരും വിചാരിച്ചാണ് സ്വയം എന്നെ തന്നെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് തെറ്റിദ്ധാരണ. സ്വാർത്ഥതയും സ്വയം സ്നേഹവും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. പറയുമ്പോ എല്ലാരും വിചാരിക്കും സ്വാർത്ഥത എന്ന് പറഞ്ഞാൽ സ്വന്തം ഇത് മാത്രം സ്വന്തം കാര്യം നോക്കുന്നത്. സ്വന്തം കാര്യം നോക്കുന്നതാണ് സ്വാർത്ഥത. സ്വയം സ്നേഹിക്കുന്നത് സ്വന്തം കാര്യം നോക്കുന്നതല്ല. സ്വയം സ്നേഹിക്കുന്നത് സ്വന്തം കാര്യം നോക്കണമെന്നല്ല. സ്വയം സ്നേഹിക്കുന്നത് ആവശ്യമില്ലാത്ത എല്ലാത്തിനെയും അറുത്തെറിയുന്നതാണ്. നമുക്കൊരു ഉപയോഗമില്ല. നമ്മളെ സ്ഥിരം ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് സ്ഥിരം വിഷമം തോന്നുന്ന ഒരു ഇമോഷനെ കട്ട് ചെയ്ത് കളയുന്നത് എങ്ങനെയാണ് സ്വാർത്ഥതയാകുന്നത്? ഇതിനിപ്പോ മക്കളായാലും ശരി, ആരായാലും ശരി, ആരായാലും ശരി, ആരായാലും ശരി. നമ്മൾ വിചാരിച്ചേക്കണ ഈ ക്ഷമ, സ്നേഹം എന്നൊക്കെ പറയുമ്പോ അത് തന്നെ. ക്ഷമ എന്ന് പറഞ്ഞാൽ വഴക്കുണ്ടാക്കാതിരിക്കുക എന്നാണ്. അല്ലാതെ അവരുടെ കാൽക്കൽ പോയി വീഴുക എന്നുള്ളതല്ല. ക്ഷമ എന്ന് പറഞ്ഞാൽ നമ്മൾ സൈലന്റ് ആകുക എന്നുള്ളതാണ്. എല്ലാം നമ്മൾ തെറ്റായ രീതിയിലാണ് പഠിച്ചു വച്ചിരിക്കുന്നത്. ഈ സിസ്റ്റം, സൊസൈറ്റി, നമ്മുടെ സമൂഹം നമ്മെ പഠിപ്പിച്ചു വച്ചിരിക്കുന്നത് അങ്ങനെയാണ്. നിങ്ങളുടെ പങ്കാളിയായിട്ടുള്ള ഒരു മനുഷ്യൻ അല്ലെങ്കിൽ നിങ്ങളുടെ മകൻ, മകൾ ഇതിനെക്കുറിച്ച് ആരും പഠിപ്പിക്കുന്നില്ല. അതാണ് സത്യം. ഇതിനെക്കുറിച്ച് ഒരു പുസ്തകങ്ങളിലും ഇല്ല, ആരും പഠിപ്പിക്കുകയും ഇല്ല. ഇതല്ലേ ശരിക്കും പഠിപ്പിക്കേണ്ടത്. എന്നാലല്ലേ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടൊരു ജീവിതം പോവുള്ളൂ. അല്ലെങ്കിൽ ഒരാൾ അടിമയും ഒരാൾ യജമാനുമായിട്ടാണോ ഇവിടെ ജീവിക്കേണ്ടത് മനുഷ്യൻ? ആര് പറഞ്ഞു ഇതെല്ലാം? ആര് പഠിപ്പിച്ചു? അതാണ് സിസ്റ്റം, സമൂഹം. അങ്ങനെയൊന്നും അല്ല. നിങ്ങളുടെ പങ്കാളി നിങ്ങളുടെ മൂല്യം മറക്കുമ്പോൾ അത് സ്വയം താഴ്ത്തി തെളിയിക്കുക എന്ന് നിങ്ങളുടെ ജോലിയല്ല. നിങ്ങളുടെ പങ്കാളി, നിങ്ങളുടെ മാതാവ്, പിതാവ്, നിങ്ങളുടെ ബന്ധുക്കൾ, നിങ്ങളുടെ മക്കൾ, ആരുമാകട്ടെ, ആരുമാകട്ടെ, അവര് നിങ്ങളുടെ മൂല്യം മറക്കുകയാണ്. നിങ്ങളുടെ മൂല്യം മറക്കുകയാണ്. നിങ്ങൾ ഒന്നുമല്ല, നിങ്ങളെ അവഗണിക്കുകയാണ്, നിങ്ങളെ വിഷമിപ്പിക്കുകയാണ്. ഇതൊക്കെ ചെയ്യുമ്പോൾ സ്വയം സ്വയം താഴ്ത്തി അത് തെളിയിക്കുക എന്ന് പറയുന്നത്, അതിന്റെ ശക്തി തെളിയിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും അത് നിങ്ങളുടെ ഡ്യൂട്ടിയല്ല. നിങ്ങളുടെ ഡ്യൂട്ടി അല്ല. ഒരിക്കലും ആ ഡ്യൂട്ടി നിങ്ങളുടേതല്ല. ഒരു മിനിറ്റ്. ഓക്കേ. അപ്പൊ നമുക്ക് വില നൽകാത്ത, നമുക്ക് മൂല്യം നൽകാത്ത സ്ഥലത്ത് നമ്മൾ അത് താഴ്ത്തിയല്ല തെളിയിക്കേണ്ടത്. കുടുംബമായിട്ട് ജീവിക്കുവല്ലേ മനുഷ്യൻ? ഇതൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്നല്ലേ കുടുംബത്തിന്റെ വ്യാഖ്യാനം തന്നെ. കുടുംബത്തിന്റെ അർത്ഥം തന്നെ അതാണ്. ആ ഇമ്പം ഉണ്ടാവണമെങ്കിൽ പരസ്പരം മൂല്യം ഉണ്ടാവണം. പരസ്പരം. സൂര്യന് പുറഞ്ഞു തിരിഞ്ഞ് നിന്നിട്ട് ഞാൻ സൂര്യൻ ഉദിക്കണ കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും കാണാൻ പറ്റുമോ? സൂര്യന് നിങ്ങളുടെ നിങ്ങളുടെ യഥാർത്ഥ ഇത് എന്ന് പറയുന്നത് നിങ്ങൾ ഉദിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ സോളിന്റെ ഇത്. നിങ്ങൾ ഉദിച്ചു വരിക, നിങ്ങളുടെ പ്രകാശത്തെ പരത്തുക എന്നുള്ളതാണ്. ആ പ്രകാശത്തെ ഒരു സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുവാണ് പ്രകാശം പരത്താൻ വേണ്ടി. അന്നേരം നേരെ പുറം തിരിഞ്ഞ ഒരു ഇരുട്ടുമുറി പോയി നിന്നിട്ട് ഞാൻ വെളിച്ചം കാണുന്നില്ലോ എന്ന് പറയണവനെ കൊണ്ടുപോയി വെളിച്ചം കാണിപ്പിക്കോ സൂര്യൻ? കൊണ്ടുപോയി വെളിച്ചം കാണിപ്പിക്കോ? ഇല്ല. കൊണ്ടുപോയി വെളിച്ചം കാണിപ്പിക്കില്ല. നമുക്ക് പറഞ്ഞു തരും സെൽഫ് ലവ് വേണം, സെൽഫ് റെസ്പെക്ട് വേണം എന്നൊക്കെ. സത്യത്തിൽ അവിടെ സെൽഫ് റെസ്പെക്റ്റും സെൽഫ് ലവും ഒന്നും അല്ല. നമ്മുടെ സോളിനുള്ള ഒരു മൂല്യമുണ്ട്, ഒരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ നമ്മൾ തിരിച്ചറിയണം. ആ വാല്യൂ നമ്മൾ തിരിച്ചറിയണം. നമ്മള്
നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം. നമ്മുടെ ആത്മാവിനെ സുരക്ഷിതമാക്കുക എന്ന ഉത്തരവാദിത്വം. വെറുതെ കരഞ്ഞുകൊണ്ട് അലമുറയിട്ട് സ്നേഹത്തിന് വേണ്ടി കേണ് അപേക്ഷിച്ച് നിങ്ങളുടെ ഹൃദയം ആരുമാവട്ടെ, മക്കളാവട്ടെ, ഭാര്യയാവട്ടെ, ഭർത്താവട്ടെ, അമ്മയാകട്ടെ, അച്ഛനാകട്ടെ, ആരുമാകട്ടെ, ബന്ധുക്കളാകട്ടെ, ആരുമാകട്ടെ, നിങ്ങളുടെ ഹൃദയത്തെ ശ്രദ്ധയോടുകൂടി സൂക്ഷിക്കാത്ത ഒരാൾക്ക് നിങ്ങൾ ഹൃദയം നൽകരുത്. ഓട്ടോമാറ്റിക്കലി അവർ തിരിച്ചു വരും. ഞാൻ പറഞ്ഞു വരാം. ഞാൻ പറഞ്ഞു വരുന്നത് അതിലേട്ടാണ്. ആ ആ ആ നമുക്കുണ്ടാകുന്ന അത്തരം ഇമോഷനാണ് നമ്മളുടെ ഭൂതകാലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഇമോഷൻ. നമ്മൾ അവരിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അഡിക്ഷൻ. അതൊരു ഞാനെന്ന ഭാവത്തിൽ ഒളിച്ചിരിക്കുന്നതാണ്. ഒരു ഞാനാണത്. ഒരു ഞാൻ വലിയ പുള്ളിയാണ് ഞാൻ എന്നുള്ള ഞാൻ, മറ്റൊരു ഞാൻ കേണിട്ടാണേലും, കാല് പിടിച്ചിട്ടാണേലും, കരഞ്ഞിട്ടാണെങ്കിലും, വിഷമിപ്പിച്ചിട്ടാണെങ്കിലും, എങ്ങനെയാണെങ്കിലും ഇവരുടെ സ്നേഹം നേടണം. എവിടെ? ഒരിക്കലും കിട്ടൂല. അങ്ങനെ അവർ കാണിക്കുന്നുണ്ടെങ്കിൽ അത് അഭിനയമായിരിക്കും. നിങ്ങൾക്ക് സ്വയം സെൽഫ് റെസ്പെക്ട് തന്നുകൊണ്ട്, നിങ്ങളൊരു സോളായി പരിഗണിച്ചുകൊണ്ട്, നിങ്ങളുടെ തിളക്കം കണ്ടുകൊണ്ട്, നിങ്ങളുടെ നിങ്ങളുടെ തിളക്കം എന്ന് പറഞ്ഞാൽ സൗന്ദര്യമൊന്നുമല്ല, നിങ്ങളെ കാണാനുള്ള ഭംഗിയൊന്നുമല്ല, കറുപ്പോ വെളുത്തതോ അല്ലെങ്കിൽ കുറിയവനോ പൊക്കമുള്ളവനോ അല്ലെങ്കിൽ അതൊന്നുമല്ല. അതൊന്നും കണ്ടുകൊണ്ടല്ല. യു ആർ എ സോൾ. വിലമതിക്കാനാകാത്ത, ലോകത്ത് തന്നെ വിലമതിക്കാനാകാത്ത ഒരു ആത്മാവാണ് നിങ്ങൾ. അതിന് റെസ്പെക്ട് തന്നുകൊണ്ട് ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ എന്ന റെസ്പെക്ട് മിനിമം. മറ്റേ സോളിനെ കുറിച്ചൊന്നും അവൻ അറിയാൻ പാണ്ടാവൂലായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് അറിയാൻ പാണ്ടാവൂല. എല്ലാം വിട്ടേക്ക്. ഒരു മനുഷ്യൻ എന്ന മൂല്യം, വാല്യൂ തന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ആ വാല്യൂ നിങ്ങൾ ഉണ്ടാക്കണം. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അല്ലെങ്കിൽ ആ വാല്യൂ നിങ്ങൾ ഉണ്ടാക്കണം. നിങ്ങൾ കരഞ്ഞുകൊണ്ടും കാല് പിടിച്ചുകൊണ്ടും പുറകെ പോയതുകൊണ്ടും അതൊക്കെ ഒരു മിഥ്യാധാരണയാണ്. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം, നമ്മൾ പോയി കാല് പിടിക്കണം, നമ്മൾ കരയണം, നമ്മൾ പുറകെ പോണം. ആണായാലും ശരി, പെണ്ണായാലും ശരി, അതൊരു മിഥ്യാധാരണ, ഒരു മിഥ്യയായ പാത, സിസ്റ്റം. അത് അവരുടെ പുറകെ പോയി എത്രത്തോളം നിങ്ങൾ യാചിക്കുന്നുവോ അത്രത്തോളം മറ്റേ സോളിന് അഹംഭാവം കൂടി 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 വരും. ഏത് പ്രശ്നത്തിൽ നിന്ന് നീ വിട്ടുപോ. നീ ഇപ്പൊ വേറൊരു പെണ്ണായിട്ടൊരു ഒരു ഭർത്താവ് ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഒരു ഭാര്യയ്ക്ക് വേറൊരാള് പോയിട്ട് കാല് പിടിക്കുകയാണ്, നീ തിരിച്ചു പാടി, ഞാൻ നിനക്ക് എന്നെ വേണമെങ്കിലും ചെയ്തു തരാം എന്ന് പറഞ്ഞാൽ അവൻ കൂടുതൽ ശക്തമായിട്ട് അങ്ങോട്ട് പോകും. ഞാൻ എന്തൊക്കെ ചെയ്തു കൊടുത്തു, എന്തെല്ലാം ഞാൻ അവൾക്ക് വാങ്ങിക്കൊടുത്തു, ഞാൻ അവനെ എത്രമാത്രം സ്നേഹിച്ചു, എന്നിട്ടും അവൻ എന്നെ ഇട്ടിട്ട് പോവല്ലേ, അവൾ എന്നെ ഇട്ടിട്ട് പോവല്ലേ, വേറെ ഇതിലിട്ട് പോവല്ലേ. യാചിക്കുക, യാചിക്കുക. അതോടുകൂടി ആ യാചന, ഒരു സോളിന്റെ യാചന മറ്റൊരു സോളിന് അഹംഭാവം കൂട്ടും. അതിലേക്ക് കൂടുതൽ 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 പോകാനായിട്ട് അവര് നമ്മളിൽ കൂടുതൽ കൂടുതൽ അകലാനായിട്ടുള്ള കാരണമാണ്. എന്നെ കെയർ ചെയ്യുന്നില്ല, എന്നെ ശ്രദ്ധിക്കുന്നില്ല, എന്റെ ഭർത്താവ് എന്നെ ശ്രദ്ധിക്കുന്നില്ല, എന്റെ ഭാര്യ എന്നെ ശ്രദ്ധിക്കുന്നില്ല, എന്റെ മക്കൾ എന്നെ ശ്രദ്ധിക്കുന്നില്ല, അവരെനിക്ക് വേണ്ട കെയറിങ് തരുന്നില്ല. ഫസ്റ്റ് നീ നിന്റെ ആത്മാവിനെ കെയർ ചെയ്യൂ. ഫസ്റ്റ് നീ നിന്റെ ആത്മാവിനെ കെയർ ചെയ്യൂ. ഫസ്റ്റ് നീ നിന്റെ ആത്മാവിനെ കെയർ ചെയ്യൂ. ഒരു കുടുംബവും കലങ്ങില്ല. ഒരു കുടുംബവും കലങ്ങില്ല. നിന്റെ സ്വയം ആത്മാവിനെ നീ കെയർ ചെയ്യുകയും അതിനെ നീ റെസ്പെക്ട് ചെയ്യുകയും ആ റെസ്പെക്ട് ചെയ്യുന്നവരെ നീ തിരിച്ചു ചെയ്യുകയും ചെയ്തു നോക്കി, നിന്റെ പുറകെ വരൂ നീ. ശേ, ഞാൻ അതല്ലേ പറഞ്ഞു തന്നത്. നിങ്ങളുടെ പുറകെ വരും. എല്ലാം നിങ്ങളുടെ പുറകെ വരും. എല്ലാം നിങ്ങളുടെ ആ കാല് പിടിക്കുകയും യാചനയും ചെയ്യുന്നതൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ആത്മാവിലേക്ക് മടങ്ങുകയും നിങ്ങളുടെ ആത്മാവിന്റെ അന്തസ്സിനെ നിങ്ങൾ പുനർനിർമ്മിക്കുകയും നിങ്ങളുടെ അഭാവം അവർക്ക് അനുഭവപ്പെടുകയും ചെയ്യട്ടെ. ഓട്ടോമാറ്റിക്കലി അവർ തിരിച്ചു വരും. അല്ലാതെ നിരാശാജനകമായ സാന്നിധ്യം അല്ല വേണ്ടത്. അവരുടെ കാല് പിടിക്കലും യാചിക്കലും അല്ല വേണ്ടത്. ഓട്ടോമാറ്റിക്കലി നിങ്ങളൊന്ന് നിശബ്ദരായി നോക്കൂ. നിശബ്ദരാകുമ്പോ എന്നെ പറയുമ്പോ പിന്നെ പുച്ഛത്തില് പിന്നെ എന്ന് പറഞ്ഞിട്ടല്ല, അങ്ങനെയല്ല നിശബ്ദരാവണ്ടേ. കളിയാക്കിക്കൊണ്ടല്ല നിശബ്ദരാകേണ്ടത്. അന്നേരം നിങ്ങൾ തന്നെ സ്വയം നിങ്ങളുടെ ആത്മാവിനെ കളിയാക്കുകയാണ്.
അല്ലെങ്കിൽ ദേഷ്യത്തോട് കൂടിയിട്ടല്ല നിശബ്ദരാവണ്ടേ. ഞാൻ നിന്നോട് മിണ്ടൂല. അവിടെയൊക്കെയാണ് ഈ തെറ്റിദ്ധാരണ. ഈ സോൾ ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സോൾ ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വേണമെങ്കിൽ എന്നോട് വന്ന് മിണ്ട്. അങ്ങനെ കാണിക്കുകയാണോ സോൾ ലെവൽ? അതൊന്നുമല്ല. വളരെ കൂളായി, വളരെ കൂളായി. ഞാനൊരു പവർഫുൾ സോളാണ്. ഞാൻ എനിക്ക് നല്ല റെസ്പെക്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ അവർക്ക് വേണ്ടതെല്ലാം എന്റെ കടമ ഞാൻ ചെയ്യുന്നുണ്ട്. ഒരു ഭർത്താവ് എന്നുള്ള നിലയിൽ എന്റെ കടമയെല്ലാം ചെയ്യുന്നുണ്ട്. ഭാര്യ എന്നുള്ള നിലയിൽ ഞാൻ എന്റെ എല്ലാ കടമയും ചെയ്യുന്നുണ്ട്. ഇനി എനിക്ക് ഒട്ടെടുക്കില്ല, ഒരു സെക്കൻഡ് മതി. നിങ്ങൾ ആ ഒരു പവറിലേക്ക് നിങ്ങൾ തിരിച്ചു പോവുകയും നിങ്ങൾ ആ പവർ ആണ് എന്ന് മറ്റേ ആൾക്ക് മനസ്സിലാവുകയും ചെയ്തു കഴിഞ്ഞാൽ, നിങ്ങളുടെ സോൾ പവറായി എന്ന് മറ്റേ എതിർവശത്ത് നിൽക്കുന്ന ആൾക്ക് മനസ്സിലാവുകയും ചെയ്തു കഴിഞ്ഞാൽ, ഒരു സെക്കൻഡ് മതി മാറാൻ. അയാൾക്ക് മനസ്സിലാവും ഇത്ര നാളത്തെ ഇതല്ല ഇത്. ഇതൊക്കെ നമ്മുടെ തെറ്റിദ്ധാരണയാണ്. തിരിച്ചറിവ് അയാൾക്ക് ഉണ്ടാവാൻ വേണ്ടി, അയാൾ നമ്മളൊരു പവർഫുൾ സോളായി എന്ന് തിരിച്ചറിയാൻ വേണ്ടി ഒരുപാട് സമയം എടുക്കൂലെന്ന്. ഒന്നും എടുക്കൂല. നിങ്ങൾ യാചന, നിങ്ങൾ ക്ഷമിക്കുക, കാല് പിടിക്കുക. ഞാൻ പറയുമ്പോ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അത് പലർക്കും തെറ്റിദ്ധാരണ ഉണ്ടാകുന്നുണ്ട്. ഇത് വളരെ ഡീപ്പായിട്ട് പറയേണ്ട വിഷയമായതുകൊണ്ട് ഞാൻ വളരെ സമയമെടുത്ത് പറയുന്നത്. ഇതിങ്ങനെ നമ്മൾ വിചാരിക്കുന്നത് ഒന്നും മിണ്ടാതെ ഉം ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കുക എന്നാണ്. അതാണ് ഈ കുടുംബം തകരില്ല എന്നൊക്കെ ചോദിക്കുന്നത്. അങ്ങനെയല്ല അത്. അത് തെറ്റായിട്ടാണ് നിങ്ങൾ എടുക്കുന്നത് അതിനെ. കാരണം നിങ്ങളുടെ സിസ്റ്റം അങ്ങനെയാണ് നിങ്ങളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. നമ്മളുടെ കടമകളെല്ലാം ചെയ്യുന്നു. അതോടൊപ്പം നമ്മള് നമ്മുടെ സ്റ്റാൻഡിൽ നിൽക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ സ്റ്റാൻഡ് നിൽക്കുകയും ചെയ്യുന്നു. ഒരാത്മാവ് വ്യക്തതയും സമാധാനവും ശക്തിയും പ്രസരിപ്പിക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇതിനെ അകന്നു പോയവർ ഓട്ടോമാറ്റിക്കലി അവരിതിനെ പിന്തുടരുന്നതിന്റെ ശൂന്യത അനുഭവിക്കാൻ തുടങ്ങും. നമ്മുടെ സോളിന്റെ പ്രസൻസ് ഇല്ലാത്തതിന്റെ ശൂന്യത അനുഭവിക്കാൻ തുടങ്ങും. കൃത്യമായിട്ട് മനസ്സിലായി. ഇപ്പൊ എന്തോ നഷ്ടപ്പെട്ടൊരു ഫീലിംഗ് വരും. അങ്ങനെയാണ് ഇത് തിരിച്ച് റിട്ടേൺ വന്നത്. ഇത്ര പേര് ഈ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇത് ഇടുമ്പോൾ, ഈ നമ്മുടെ ക്ലാസിന്റെ ഇത് ഇടുമ്പോ, സാർ റിലേഷൻഷിപ്പ് പൊട്ടിപ്പോയി, തിരിച്ച് റുബീന മാഡത്തിനൊക്കെ ഡെയിലി മെസ്സേജ് വരും, റിലേഷൻഷിപ്പ് പൊട്ടിപ്പോയി, അവർ തിരിച്ചു വരാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? തിരിച്ചു കൊണ്ടുവരാൻ ഒറ്റ മാർഗമുള്ളൂ. തിരിച്ചു കൊണ്ടുവരാൻ ഒറ്റ മാർഗമുള്ളൂ. ഇതാണ് മാർഗം. കണ്ടോ? എല്ലാം പറയുമ്പോ നിങ്ങൾ തെറ്റിദ്ധരിക്കുകയാണ്. സാർ കടമ മാത്രമായാൽ യാന്ത്രികമായി ഇതൊന്നും നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല ഇത്. നിങ്ങൾ ഇപ്പോഴും നിങ്ങൾ ആ ഒരു എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തൊട്ടേ ആരോ തുടങ്ങി വെച്ച ഒരു സിസ്റ്റം നിങ്ങൾ ഇപ്പോഴും ഫോളോ ചെയ്യുകയാണ്. നിങ്ങളുടെ ആത്മാവ് ശക്തമാവുകയും അത് വളരെ സമാധാനവും ശാന്തിയും പ്രസരിപ്പിക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ, ഓട്ടോമാറ്റിക്കലി മറ്റുള്ള നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആത്മാവ് നിങ്ങളെ ഫോളോ ചെയ്യും. നിങ്ങൾ അതിന്റെ പുറകെ ചേർന്ന് കരയാനും കാല് പിടിക്കാനും, എന്റെ ഭാഗത്ത് തെറ്റിപ്പോയി, അത് തെറ്റായിപ്പോയി, ഞാൻ ഇനി ഒരിക്കലും ആവർത്തിക്കൂല, നീ എന്നോടെല്ലാം ക്ഷമിക്കണം. അങ്ങനെ ക്ഷമിക്കാനുള്ള എന്തെങ്കിലും ഒരു പ്രവൃത്തി നമ്മൾ ഇവിടെ നിന്ന് ഉണ്ടാക്കരുത് എന്നാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെയുള്ള ഇത് നമ്മൾ ഉണ്ടാക്കരുത്. ഈ ചിലപ്പോൾ നമുക്ക് വേണ്ടി അല്ലാതെ ഒന്നിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യാചിച്ചുകൊണ്ടിരിക്കും. ഒന്നിക്കാൻ വേണ്ടിയിട്ട് വരെ യാചിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഒന്നും ഉണ്ടാവില്ല, എന്നാലും പോയിട്ട് യാചിക്കും, എനിക്ക് തെറ്റുപറ്റിപ്പോയി. നിങ്ങൾ നിങ്ങളുടെ സ്റ്റാൻഡിലൊന്ന് നിൽക്ക്. നിങ്ങൾ ആദ്യം ഏറ്റവും നമ്മൾ സ്നേഹിക്കേണ്ടത്, നമ്മളവിടെ ഈ നമ്മെ കൂടുതൽ നശിപ്പിക്കുമ്പോൾ നമ്മൾ ആരെയാണ് നമ്മളെ തന്നെ നശിപ്പിക്കുന്നതിന് തുല്യമാണ്. നമ്മൾ ദൈവത്തിനെയാണ്, ഈശ്വരനെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്. ആരില്ലെങ്കിലും നിങ്ങളുടെ കൂടെ ആ ഈശ്വരൻ ഉണ്ടാവും, ആ കൈ പിടിക്കാനുണ്ടാവും. ഇത്രയും ഉയർന്ന ഒരു സ്നേഹത്തിലേക്ക് നിങ്ങൾ ഉയർന്നു കഴിയുമ്പോൾ സ്വർഗത്തിനോ നരകത്തിനോ ശിക്ഷയ്ക്കോ ഒന്നും വേണ്ടിയല്ല, അല്ലാതെ തന്നെ നിങ്ങളുടെ പങ്കാളി അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാൾ ആരാണെങ്കിലും ആകട്ടെ, അവൻ ആ പൂർണ്ണമായ സ്നേഹത്തിന് യോഗ്യനാണോ?
അതോ നിങ്ങൾ അവരുടെ ഓർമ്മയെ, ഭൂതകാല ഓർമ്മയാണോ സ്നേഹിക്കുന്നത്? ഭൂതകാലത്തിലെ ഒരു പ്രേതത്തിനെ നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണോ? നിങ്ങൾ വർത്തമാന കാലത്തിലേക്ക് വരിക. വർത്തമാന കാലം. നിങ്ങൾ നിത്യതയിൽ വേരൂന്നിയവരാണ്. നിത്യതയിൽ അനന്തമായ ജീവിതമുള്ള ഒരു സോളാണ് നിങ്ങൾ. നിങ്ങൾ കണ്ണുനീരിലേട്ടോ കഷ്ടപ്പാടിലേട്ടോ യാചനയിലേട്ടോ അല്ല നിങ്ങൾ ആകർഷിക്കപ്പെടേണ്ടത്, മറിച്ച് വെളിച്ചത്തിലേട്ടാണ്. അവർ തിരിച്ചു വരും. എന്ന് വെച്ചാൽ ഇന്ന് തന്നെ പോയിട്ട് ഞാൻ ഇനി എല്ലാ ബന്ധവും ഇല്ല, ഞാൻ ഇങ്ങനെ ഇരിക്കുക, അതല്ലാട്ടോ. അത് അങ്ങനെയല്ല. ഇത് നിങ്ങളുടെ കടമകളെല്ലാം നിങ്ങൾ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ സ്റ്റാൻഡ് അത് നിങ്ങൾ ഇങ്ങോട്ട് സ്നേഹിച്ചാൽ അങ്ങോട്ടും ഉണ്ട്. ഓട്ടോമാറ്റിക്കലി ഇങ്ങോട്ട് സ്നേഹിക്കും. അവിടെ ഒരു ശൂന്യത അനുഭവപ്പെടും. നമ്മൾ ഈ ഉദ്ദേശിക്കുന്നവർക്കെല്ലാം നൽകാൻ കഴിയുന്നതിനേക്കാൾ മനോഹരമായ ഒരു പാതയിലാണ് നിങ്ങളുള്ളത്. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. ലോകത്ത് ആരും തരാൻ കഴിയാത്ത ഒരു സ്നേഹം നിറഞ്ഞ ഒരു പാതയിലാണ് നിങ്ങളുള്ളത്. അത് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും. അവര് നിങ്ങളെ തിരിച്ചറിഞ്ഞ് നിങ്ങളൊരു ഉയർന്ന വ്യക്തിത്വമാണ്, ഒരു വിശ്വാസമാണ്, ഒരു ശക്തിയാണ്, പവിത്രമായ ഒരു അന്തസ്സാണ്. യഥാർത്ഥ നിങ്ങളുടെ പ്രിയപ്പെട്ടവൻ, നിങ്ങളുടെ സൃഷ്ടാവ് നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവൻ ഒരിക്കലും നിങ്ങളെ വിട്ടിട്ട് പോവില്ല. അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് മുമ്പിൽ മാത്രമാണ് നമ്മൾ കീഴടങ്ങുന്നത്, എല്ലാം വിട്ടുകൊടുക്കുന്നത്. ഒരിക്കൽ ഒരു താഴ്വാരത്ത് ഒരു റോസാ ചെടി വളർന്നിരുന്നു. നക്ഷത്രത്തിന്റെ പ്രകാശവും നിലാവിന്റെ വെളിച്ചവും സൂര്യന്റെ ഇളം വെളിച്ചവും നിശബ്ദതയും സന്യാസിമാരുടെ പ്രാർത്ഥനകളും ഒക്കെ കേട്ട് വളർന്നിരുന്ന ഒരു റോസാ ചെടി. റോസാ ചെടിയും കരഞ്ഞിരുന്നു. എവിടെയാണ് എന്നിൽ ഡിവൈനിറ്റി? പൂക്കളുള്ളപ്പോൾ തന്നെ എന്നിൽ മുള്ളുകളുണ്ട്. എവിടെയാണ് എന്റെ ദൈവം? ഒന്നും അറിയാൻ പറ്റിയിരുന്നില്ല, അതൊന്നും അറിഞ്ഞിരുന്നില്ല. റോസാ ചെടി ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം അതുവഴി ഒരു സഞ്ചാരി വന്നു. എന്തോ റോസാപ്പൂവിനെ കണ്ട് സഞ്ചാരി പറഞ്ഞു, എത്ര മനോഹരമായ, അതിൽ പൂക്കളുള്ള, അപ്പൊ എത്ര മനോഹരമായ ഒരു അവിടെ ഉണ്ടാവില്ല വെള്ളം. എത്ര മനോഹരമായ സൃഷ്ടിയാണ് നീ. അവിടെ ഉണ്ട്. എത്ര മനോഹരമായ സൃഷ്ടിയാണ് നീ. നിന്നെ എനിക്ക് വേണം. ഞാൻ നിന്റെ കൂടെ തന്നെ നിൽക്കട്ടെ എന്ന് ആ സഞ്ചാരി ചോദിച്ചു. മനസ്സിലാക്കണം വളരെ കൃത്യമായി കേട്ടോ. താഴ്വാരത്ത് നല്ലൊരു റോസാ ചെടി നിന്നിരുന്നു. അതിൽ നല്ല നല്ല പൂക്കൾ ഉണ്ടായിരുന്നു. ഒരിക്കലൊരു സഞ്ചാരി വന്നിട്ട് പറഞ്ഞു, ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സുന്ദരമായ, ഏറ്റവും മനോഹരമായ ഒരു വസ്തുവാണ്, ഒരു സൃഷ്ടിയാണ്. എനിക്ക് നിന്നെ വേണം, ഞാൻ നിന്റെ കൂടെ നിൽക്കട്ടെ. ഹൃദയവിശാലതയും നിഷ്കളങ്കതയുമുള്ള ആ റോസാ ചെടി മന്ത്രിച്ചു, നിന്റെ ഹൃദയം ശുദ്ധമാണെങ്കിൽ നീ എന്റെ കൂടെ നിൽക്കൂ. എന്നെ നീ പറിച്ചെടുക്കരുത്. കാരണം ഏറ്റവും സ്വാതന്ത്ര്യത്തിലാണ് ഞാൻ പൂക്കുന്നത്. എന്റെ സ്വാതന്ത്ര്യത്തിലാണ് ഞാൻ പൂക്കുന്നത്. അതുകൊണ്ട് തന്നെ നിന്നെ എനിക്ക് ഇഷ്ടമാണ്. നിന്റെ ഹൃദയം ശുദ്ധമാണ്.
നീ എന്നെ നന്നായി സ്നേഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്റെ കൂടെ നിന്നോളൂ. ഒരേ ഒരു കണ്ടീഷൻ, എന്നെ നീ പറിച്ചെടുക്കരുത്. കാരണം എന്റെ സ്വാതന്ത്ര്യത്തിലാണ് ഞാൻ പൂക്കുന്നത്. എനിക്ക് സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ എനിക്ക് പൂക്കാൻ കഴിയും. അങ്ങനെ അവൻ, അല്ലെങ്കിൽ ആ സഞ്ചാരി, ആ ചെടിക്ക്, റോസാ ചെടിക്ക് ഒരു വാഗ്ദാനം ചെയ്തു. ഞാൻ ഒരിക്കലും നിന്നെ ഉപദ്രവിക്കില്ല. ഒരിക്കലും നിന്നെ ഞാൻ വിട്ടുപോകില്ല. ദിവസങ്ങളോളം ആ സഞ്ചാരി ആ ചെടിയുടെ, റോസാ ചെടിയുടെ അടുത്തിരുന്നു. ആ റോസാ ചെടിക്കായി പാട്ടുകൾ പാടി. അവൾക്കരികിൽ, ആ റോസാ ചെടിക്കരികിൽ കരഞ്ഞു. അവൾ കൂടുതൽ കൂടുതൽ പൂക്കാൻ തുടങ്ങി. അവളുടെ സുഗന്ധം ആ താഴ്വരയാകെ നിറയാൻ തുടങ്ങി. ഒരു സുപ്രഭാതത്തിൽ ഈ സഞ്ചാരി അവളെ വിട്ടുപോയി. ഒരു വിട പറച്ചിൽ പോലുമില്ലാതെ, ഒരു വിശദീകരണമില്ലാതെ, ഒന്നും പറയാതെ. വലിയ മുറിവാണ് ആ റോസാ ചെടിക്ക് അത് ഏൽപ്പിച്ചത്. കുറെ ഋതുക്കൾ കടന്നുപോയി. അവൾ കാത്തിരുന്നു. മറ്റു റോസാ ചെടികൾ ചോദിച്ചു, അവൻ ഒരിക്കലും, ആ സഞ്ചാരി ഒരിക്കലും തിരിച്ചു വരാത്തപ്പോൾ നീ ഇപ്പോഴും എന്തിനാണ് പൂക്കുന്നത്? അപ്പൊ റോസാ ചെടി മറുപടി പറഞ്ഞു, ഞാൻ ഒരിക്കലും അവന് വേണ്ടിയല്ല പൂത്തിരുന്നത്, അവന് വേണ്ടിയല്ല ഞാൻ സന്തോഷിച്ചിരുന്നത്. ഞാൻ സൃഷ്ടിക്കപ്പെട്ടത് അവന് വേണ്ടി മാത്രമല്ല, എന്റെ സന്തോഷങ്ങൾക്ക് വേണ്ടി, എന്റെ സന്തോഷങ്ങൾക്ക് വേണ്ടിയാണ്. എന്നാൽ ഉള്ളിൽ അവൾ കരഞ്ഞുകൊണ്ടേയിരുന്നു. അവിടെയാണ് സാധാരണ മനുഷ്യൻ. അപ്പോൾ ഉള്ളിൽ നമ്മൾ കരഞ്ഞുകൊണ്ട്, ഇതൊക്കെ പറയുമ്പോഴും അവൾ കരഞ്ഞുകൊണ്ടേയിരുന്നു. നമ്മളിപ്പോ പറയുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ തോന്നുന്നതായിരിക്കും, ഉള്ളിൽ കരയുക. അവൾ കാറ്റിനോട് മന്ത്രിച്ചു, എന്റെ സ്നേഹം പോരാഞ്ഞത് കൊണ്ടാണോ? എന്റെ സ്നേഹം പോരാഞ്ഞത് കൊണ്ടാണോ? എന്നെ കാണാൻ കൊള്ളാത്തത് കൊണ്ടാണോ? കാറ്റൊരു മറുപടിയും കൊടുത്തില്ല. ആകാശം പോലും, ആ കാറ്റടിച്ച ആകാശം പോലും ഒരു മറുപടിയും കൊടുത്തില്ല. ഒരു സുപ്രഭാതത്തിൽ, ഒരു മഞ്ഞ് നിറഞ്ഞ ഒരു മൂടൽ, ചെറിയ മഞ്ഞ്, ഇളം മഞ്ഞൊക്കെ വിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് ഒരു ദിവ്യമായ ശബ്ദം ആ താഴ്വരയിൽ വന്നു. ഉള്ളിൽ കരഞ്ഞുകൊണ്ടിരുന്ന ആ റോസാ ചെടിയോട് ചോദിച്ചു, നിന്റെ ദളങ്ങൾ മൃദുവായി എങ്ങനെ പിടിക്കണമെന്ന് ഒരിക്കലും അറിയാത്ത ഒരാൾക്ക് വേണ്ടി നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? അപ്പൊ റോസാ ചെടി പറഞ്ഞു, ഞാൻ എല്ലാം അവന് നൽകി, എന്റെ ഹൃദയം, എന്റെ മനസ്സ്, എല്ലാം. ആ ദിവ്യമായ ശബ്ദം പറഞ്ഞു, ഇനി ആ സ്നേഹം, നീ എല്ലാം നൽകി എന്ന് പറയുന്ന സ്നേഹം നീ നിനക്ക് നൽകുക. നീ നിനക്ക് നൽകുക. അതിൽ നിന്നും കവിഞ്ഞു വരുന്ന സ്നേഹം നീ നിന്റെ സൃഷ്ടാവിന് നൽകുക. ഒരിക്കലും നിന്നെ വിട്ടുപോകാത്തവൻ. നീ കറുത്തതാണോ വെളുത്തതാണോ, നീ കണ്ണുള്ളവനാണോ കാതുള്ളവനാണോ, നിനക്ക് അംഗവൈകല്യമുള്ളവനാണോ, അതൊന്നും നോക്കാതെ നിന്നെ സ്നേഹിക്കുന്ന ആ സൃഷ്ടാവിന് നൽകുക. അപ്പൊ അവൻ ഒരിക്കലും ഇനി തിരിച്ചു വരില്ലേ? ഇനി എന്നോട് സ്നേഹം കാണിക്കില്ലേ? ഇപ്പോഴും അതൊക്കെ പറയുമ്പോഴും, എല്ലാം ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സ്, സാധാരണക്കാരന്റെ മനസ്സ് കേഴുന്നത് പോലെ ആ റോസാ ചെടി ചോദിച്ചു, ഇനി ഒരിക്കലും തിരിച്ചു വരില്ലേ? അതിന് ആ ദിവ്യമായ ശബ്ദം ഒരു മറുപടി പറഞ്ഞു, നിന്നെ വിട്ടുപോയവൻ, നിന്നെ വിട്ടുപോയവൾ നിന്നെ കാണാൻ ആഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം അവന് നീ നഷ്ടപ്പെടണം. നീ കരഞ്ഞ് കരയുകയും കാല് പിടിക്കുകയും നീ എല്ലാ കണ്ണീരൊഴുക്കുകയും ചെയ്യുമ്പോഴെല്ലാം നിന്റെ ഹൃദയം അവന്റെ കാൽ ചുവട്ടിൽ കിടക്കുകയാണ്. ഒരിക്കലും നിന്നെ അവന് നഷ്ടപ്പെട്ടിട്ടില്ല. നിന്റെ ഹൃദയം കൊണ്ടുള്ള, നിന്റെ സോള് കൊണ്ടുള്ള, നിന്റെ മൈൻഡ് കൊണ്ടുള്ള, നിന്റെ മനസ്സുകൊണ്ടുള്ള ഒരു വേർപെടൽ, ഒരു മാറി നിക്കൽ, ഒരു അഭാവം, അതിന് മാത്രമേ അവനെ അല്ലെങ്കിൽ അവളെ ഉയർത്താൻ കഴിയൂ. ആദ്യം നിന്നെ അവന് മാറ്റണം.
എപ്പോഴാണ് ആ റോസാ ചെടിക്ക് ആ ആത്മജ്ഞാനം ഉണ്ടായത്? അന്ന് മുതൽ ഭൂതകാലത്തിലേക്ക് കുനിയുന്നത് റോസാ ചെടി നിർത്തി. ഭൂതകാലത്തിലേക്ക് കുനിയുന്നത്, കഴിഞ്ഞുപോയ ജീവിതത്തിലേക്ക് കുനിയുന്നത്, അതിനാണല്ലോ ഇതെല്ലാം വരുന്നത്. നേരെ മുഖം ആ റോസാ ചെടി സൂര്യനിലേക്ക് തിരിച്ചു. അവൾ മുമ്പത്തേക്കാളും നന്നായിട്ട് അവൾ പൂക്കാൻ തുടങ്ങി. മുമ്പത്തേക്കാൾ ശക്തിയിൽ മുഴുവൻ താഴ്വരയും സുഗന്ധപൂരിതമാക്കാൻ തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോൾ ഈ സഞ്ചാരി തിരിച്ചെത്തി. മുറിവേറ്റ് തകർന്ന് ശൂന്യമായി എന്തോ നഷ്ടപ്പെട്ടത്. സഞ്ചാരി ആ റോസാ പൂവിനെയും റോസാ ചെടിയെയും നോക്കി കരഞ്ഞു. നീ ഇപ്പോൾ കൂടുതൽ സുന്ദരമായിരിക്കുന്നു. നീ എന്നെയും കൂടി ഒപ്പം കൂട്ടുമോ? മനസ്സിൽ നിന്ന് ഇമോഷൻ, യാചന, കരച്ചിൽ, ക്ഷമ പറച്ചിൽ, കാലുപിടിക്കൽ, അതെല്ലാം വച്ചുകൊണ്ട് അവിടെ തന്നെ അറ്റാച്ച് ചെയ്ത് ആ കാൽക്കീഴിൽ കിടക്കുന്നെന്ന് മാറിയാൽ അപ്പൊ മാത്രമാണ് ഈ ഫീലിംഗ് കിട്ടുള്ളൂ, തിരിച്ചു വരുള്ളൂ. സ്നേഹം എല്ലാം കൊടുക്കണം, എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണം, നമ്മുടെ കടമകളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണം. അതോടൊപ്പം നമുക്ക് റിലേഷനിൽ സ്നേഹം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓവറായ പാദത്തിൽ കിടക്കുകയാണ്. നമ്മളെല്ലാം അവർ ചെയ്യുന്ന തെറ്റുകൾക്കെല്ലാം നമ്മൾ സ്വയം ക്ഷമ ചോദിച്ചുകൊണ്ട് അങ്ങനെ ആ തിരികെ വന്ന ആ സഞ്ചാരിയോട് റോസാ ചെടി പറഞ്ഞു, ഓക്കെ, ഞാൻ ഒരിക്കലും സ്നേഹിക്കുന്നത് നിർത്തിയിരുന്നില്ല. പക്ഷെ ഞാൻ എൻ്റെ സോളിനെ, എൻ്റെ ആത്മാവിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുക. ആ റെസ്പെക്ട് നിങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പറയുന്നു, സമ്പത്തും സമാധാനവും സന്തോഷവും റിലേഷൻഷിപ്പും എല്ലാം അങ്ങനെയാണ് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണ് ആകർഷണ നിയമം വർക്ക് ചെയ്യുന്നത്. മനസ്സിലായോ? അങ്ങനെയാണ്. അല്ലാതെ അവൻ തിരിച്ചു വരട്ടെ, അവൻ തിരിച്ചു വരട്ടെ, അവള് തിരിച്ചു വരട്ടെ, അവള് തിരിച്ചു വരട്ടെ എന്ന് പോസിറ്റീവ് അഫർമേഷൻ പറഞ്ഞുകൊണ്ടിരുന്നാലൊന്നും വരൂല. ഒന്നും വരൂല തിരിച്ച്. ഒന്നും വരൂല. ഒന്നും ഇവിടെ ഒരു സൈക്കിൾ അല്ല. ഒന്നും. അച്ഛനെ അമ്മയെ നമ്മൾ സ്നേഹിക്കണം. അതിപ്പോ അവര് നമ്മെ സ്നേഹിക്കുന്നതുകൊണ്ടല്ല. നമ്മൾ ഈ ഭൂമിയിൽ വരാൻ ഒരു കാരണമായതുകൊണ്ട് നമ്മൾ അവരെ സ്നേഹിക്കും. ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മള് നമ്മൾ സ്നേഹിക്കപ്പെടാനും നമ്മൾ ആഗ്രഹിക്കരുത്. നമ്മൾ സ്നേഹിക്കപ്പെടാനും ഓവറായിട്ട് നമ്മൾ ആഗ്രഹിക്കരുത്. അതും ഒരു അതും ഒരു ഞാനാണ്. അതും ഒരു ഈഗോയാണ്. ഞാൻ അവര് സ്നേഹിക്കപ്പെടണം എന്ന് നിർബന്ധം പിടിക്കുന്നത്. അതൊക്കെ വിടണം നമ്മള്. നമ്മളതെല്ലാം വിട്ട് നമ്മളെ സൃഷ്ടാവുമായി കണക്ട് ചെയ്യുക. നമ്മുടെ മൈൻഡുമായി കണക്ട് ചെയ്യുക. നമ്മുടെ സോളുമായി കണക്ട് ചെയ്യുക. നിങ്ങൾ ഒരിക്കലും ഒറ്റയല്ല. നിങ്ങൾ ഒരിക്കലും ഒറ്റപ്പെടലല്ല. നിങ്ങളുടെ നിശബ്ദത നിങ്ങളുടെ ശക്തിയായി മാറുന്നു. നിങ്ങളുടെ ഉദയം, നിങ്ങളുടെ ഉദിച്ചു വരുന്ന നിങ്ങളുടെ മറുപടിയായി മാറും. നിങ്ങളുടെ പ്രിയപ്പെട്ടവൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സൃഷ്ടാവാണ്. അത് എപ്പോഴും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഒരിക്കലും വിട്ടുപോകുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ നിങ്ങൾ ഒരു സൂപ്പർ പവറായ സോളായി മാറും. അങ്ങനെ സൂപ്പർ പവറായ സോളായി മാറുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബാക്കി എല്ലാവരും നിങ്ങളെ പുറകെ റെസ്പെക്ട് ചെയ്തു. അതാണ് കറക്റ്റ്. അതാണ് യഥാർത്ഥ മനുഷ്യനാവേണ്ടത്. അങ്ങനെയാണ്. മറ്റതെല്ലാം ഫേക്കാണ്. മറ്റതെല്ലാം ഫേക്കാണ്. സമൂഹം നമ്മളെ പഠിപ്പിച്ചതാണ്. അപ്പൊ ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് കുറെ സംശയങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അത് നമ്മുടെ പ്രോസസ്സിന് ശേഷം. ഓക്കെ. അപ്പൊ നമുക്ക് പ്രോസസ്സിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ആളുകൾ ആരെങ്കിലും ഒക്കെ കുറച്ചു പേര് കാണും. അതുകൊണ്ട് ഞാൻ ഇനി വീണ്ടും ചോദിക്കുന്നില്ല ഉണ്ടോ എന്നുള്ളത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. വളരെ സൈലന്റ് ആയിട്ടിരിക്കുക. നമ്മൾ ഈ പറയുന്ന ഒരു സൈലന്റ് പ്രോസസ് മെത്തേഡാണ്. സോൾ അവേക്കനിങ്ങിനുള്ള നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ സോളിനെ മൈൻഡിനെയും നിങ്ങളുടെ ആത്മാവിനെയും ഉണർത്താനുള്ള അതിന്റെ യഥാർത്ഥ വെളിച്ചത്തെ തിരിച്ചറിയാനുള്ള ഒരു പ്രോസസ്സാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് വേറെ
കോംപ്ലിക്കേഷൻ ഒന്നുമില്ല ഇതിനകത്ത്. നമ്മള് ഞാനെന്ന ഭാവവും അഹങ്കാരവും നമ്മുടെ അഹംഭാവവും നമ്മൾ എന്തൊക്കെയോ ആണെന്നുള്ളതെല്ലാം വിട്ട് സറണ്ടർ ചെയ്ത് ഈ യൂണിവേഴ്സിന് മുന്നിൽ, സൃഷ്ടാവിന് മുന്നിൽ, ഈശ്വരന്, ദൈവത്തിന്, അള്ളാഹുവിന് മുമ്പിൽ നമ്മൾ എന്താണോ നമ്മുടെ ആ സുപ്രീം പവർ അതിനു മുമ്പിൽ നമ്മൾ കംപ്ലീറ്റ് വിട്ടിരിക്കുകയാണ്. വിടുക എന്ന്, സറണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കീഴടങ്ങുക, അല്ലെങ്കിൽ നമ്മുടെ ബലങ്ങളെല്ലാം വിട്ടുകളയുക, നമ്മുടെ വിശ്വാസങ്ങളെല്ലാം വിട്ടുകളയുക എന്നുള്ളതല്ല. നമ്മള് ഹോൾഡ് ചെയ്ത് വച്ചിരിക്കുന്ന കുറെ ബാഗേജ് ഉണ്ട്, കുറെ ലഗേജുകൾ. അതെല്ലാം കുറച്ചു നേരത്തേട്ട് ഒന്ന് വിട്ടുകളയും. ഇത് പല കാര്യങ്ങളാവാം. അതെല്ലാം ഒന്ന് കുറച്ചു നേരത്തേട്ട് ഫുൾ ഫ്രീ ആക്കി വിടും. ഇത്രേ ഉള്ളൂ.